ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ വീണ്ടും ചെയ്തത്. അല്ലെങ്കിൽ മുമ്പ് ചെയ്ത നന്ദനം മൂവിയിലെ പാട്ട് തന്നെ അതിൽ ഒതുക്കുമായിരുന്നു. പക്ഷെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നത്. ഈ ഒരു വീഡിയോയോടുകൂടി നമ്മളുടെ വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഡാൻസ് ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ നിർത്തുന്നതാണ്. ഇനി വീണ്ടും ഒരു 3-4 പാട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഓരോരുത്തരായിട്ട്. അവരുടെയൊക്കെ പാട്ടുകൾ വെച്ചിട്ടുള്ള ഷോർട്സിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ പാട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണി കാണും നേരം ആ പാട്ടാണ്. അതിന്റെ ഫസ്റ്റ് പോർഷനില്ല, ഇടയിലെ കുറച്ച് ഭാഗം നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മലർമാതിൻ കാന്തൻ എന്ന് തുടങ്ങുന്ന ആ ഭാഗം തുടങ്ങി പിന്നെ ലാസ്റ്റ് ഒരു കണി കാണും നേരം അതിന്റെ ഒരു റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗം കൂടെ ചെയ്തിട്ടാണ് ഇന്ന് നമ്മളുടെ ഷോർട്സ് ട്യൂട്ടോറിയൽ, അതായത് ഡാൻസ് ഷോർട്സ് ട്യൂട്ടോറിയൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റുള്ള വീഡിയോസിന് സപ്പോർട്ട് ചെയ്ത പോലെ ഈ ഒരു വീഡിയോയ്ക്കും ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം, കട്ട സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ ഇഷ്ടമായി എന്ന് പറയണം. ഇഷ്ടമായില്ലെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ എന്ത് തന്നെ ആയാലും കമന്റ്സ് ഒക്കെ പോന്നോട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ അവിടെ തുടങ്ങിയിട്ടുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നിൽക്കുക. എന്നിട്ട് മലർമാതിൻ, ഓക്കെ, കാന്തൻ വസുദേവാത്മജൻ. ഓക്കെ, ഇത് മുകുളത്തിൽ നിന്ന് അളപത്മത്തിലോട്ടും അതാണ് മലർമാതി. മാതി എന്ന് പറയുമ്പോൾ സ്ത്രീ മുദ്ര, കടകാമുഖം പിടിക്കുക. എന്നിട്ട് കാല് നമ്മള് ഇങ്ങനെ കറക്കി ബാക്കിലേക്ക് ഇരിക്കുക. അപ്പൊ മാതിൻ, ഓക്കെ, കാന്തൻ വസുദേവാത്മജൻ. ഓക്കെ, ഇനി പുലർക്കാലെ പാടി കുഴലൂതി. അപ്പൊ ബാക്കിലേക്ക് കാലെടുത്ത് വെക്കുക, ഇങ്ങനെ പുലർക്കാലേക്ക് പതാകം പിടിക്കുക. എന്നിട്ട് ബാക്കിലേക്ക് പുലർക്കാലെ പാടി കുഴലൂതി. അതല്ലെന്നുണ്ടെങ്കിൽ പുലർക്കാലെ പാടി കുഴലൂതി ഇങ്ങനെയും ചെയ്യും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ സൗകര്യം. എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ സിമ്പിൾ. അപ്പൊ സിമ്പിൾ വേയിലൂടെ ഞാൻ ചെയ്യുന്ന ഇതിൽ ഏറ്റവും എളുപ്പ വഴി ഏതാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഓക്കെ, കാലുകൾ ബാക്കിലേക്ക് പുലർക്കാലെ പാടി, പുലർക്കാലത്തിന് കാലോടെ വയ്ക്കാം. പുലർക്കാലെ പാടി കുഴലൂതി. ഇങ്ങനെ ചാടാൻ നമ്മൾ കഴിഞ്ഞ ഒരു ഏതാണ് നന്ദനത്തിലെ മൂവിയിലെ പാട്ട് ചെയ്തപ്പോ നമ്മള് ഇത് ഇങ്ങനെ ബാക്കിലേക്ക് കാല് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചെയ്തതാണ്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് സെയിം. അപ്പൊ ഒന്നും കൂടെ കാണിക്കാം. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലെ പാടി കുഴലൂതി. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പതാക പിടിക്കുമ്പോ ഈ വിരലുകൊണ്ട് ചേർത്ത് പിടിക്കാം കേട്ടോ. പുലർക്കാലെ പാടി കുഴലൂതി. ഓക്കെ, നമുക്ക് അധികം മുദ്രകളൊന്നും യൂസ് ചെയ്യണ്ട. കാരണം ഒരുപാട് മുദ്രകളാവുമ്പോ അത് ഓർത്ത് വെക്കാൻ അമ്മമാരായിട്ടുള്ള നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ വസുദേവാത്മജൻ ഇങ്ങനെ കാണിക്കാം, വസുദേവാത്മജൻ എന്നൊക്കെ കാണിക്കും. അപ്പൊ തൽക്കാലം വളരെ സിമ്പിൾ ആയിട്ട് വസുദേവാത്മജൻ ഇത്രയും കാണിച്ചാൽ മതി. അപ്പൊ ഏതൊക്കെയാണ്? മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലെ പാടി കുഴലൂതി. അപ്പൊ അടുത്തത് ചിൽചിലേ എന്നും കിലുങ്ങും കാഞ്ചന
ചിലമ്പിട്ടോടിവ കണി കാണാൻ എന്നാണ് അടുത്ത ലൈൻ. അപ്പൊ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് 1 2 ഇങ്ങനെ ചെയ്യുക, പിന്നെ 1 2 3. അതായത് കാല് ഇപ്പത്തെ ലെഫ്റ്റ് ലെഗില് ഒന്ന് തട്ടുക, റൈറ്റ് ലെഗ് കൊണ്ട്, എന്നിട്ട് 1 2 വെച്ച് ചാടി ലെഫ്റ്റ് ലെഗ് പൊക്കി കാല് റൈറ്റ് ലെഗിന് കോർണറിലായിട്ട് വെക്കുക. ഓക്കെ, അപ്പൊ ചിലു ചീലി എന്നും കിലുങ്ങും വരെ അവിടെ വെക്കുക. കിലുങ്ങും കാഞ്ചന. ഓക്കെ, കാഞ്ചന ചിലമ്പ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കണം. ഓക്കെ, കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ, അല്ലെങ്കിൽ കണി കാണാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ചെയ്യാം. ചിലുചീലേന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. ഓക്കെ, കണി കാണാൻ എന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുക കൃഷ്ണനെ. അപ്പൊ അത് നിങ്ങൾക്ക് വീട്ടിൽ എങ്ങനെയാണോ അഭിനയങ്ങള് ചെയ്യാനുള്ളത് ഇഷ്ടമുള്ളത് അതുപോലെയൊക്കെ അഭിനയിച്ചു. അടുത്ത ലൈൻ വീണ്ടും വരുന്നത് ഇത് തന്നെയാണ്. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ എന്നുള്ള ലൈനാണ് വരുന്നത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം തന്നെ ചെയ്യാം, അതല്ലെങ്കിൽ ചേഞ്ച് വരുത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത് ഇരിക്കല്ലേ നമ്മളവിടെ ഓടിവ കണി കാണാൻ. ഓക്കെ, എന്നിട്ട് അവിടെ എണീറ്റു മലർമാതിൻ. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം. ഓക്കെ, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. മലർമാതിൻ കാന്തൻ. ഓക്കെ, മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ. ഇതാണ് ത്രിപതാകയാണ് മുദ്ര. ഇതിൽ പിടിക്കുന്നത് ഇത് കവിത്ത മുദ്ര പിടിച്ചിട്ടാണ് ഇത് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലെ. 2 കൈ കൊണ്ട് കാണിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ കൈ കൊണ്ട് കാണിക്കാം. ഓക്കെ, പുലർക്കാലെ പാടി കുഴലൂതി. ഓക്കെ, ഒരു ഹംസാസ്യ മുദ്ര പിടിച്ചിട്ട് ഇങ്ങനെ ചെവിയുടെ അങ്ങോട്ട് കൊണ്ടുവരാം. ചാട്ടം നമ്മുടെ മുമ്പ് പഠിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ റൈറ്റിലേക്ക് ഇങ്ങനെയും ലെഫ്റ്റിലേക്ക് ഇങ്ങനെയും ചാടും. അപ്പൊ അതൊന്നും കൂടെ പറഞ്ഞു തരാം. എണീറ്റ് നിന്നു. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ. ഓക്കെ, പുലർക്കാലെ പാടി കുഴലൂതി. ഓക്കെ, ഒന്നുകൂടെ കുഴലൂതി. നെക്സ്റ്റ് ചിലുചിലേയെന്നും കിലുങ്ങും കാഞ്ചന. ഓക്കെ, അവിടെ ചിലുചിലേയെന്നും ചിലമ്പും കാഞ്ചന ചിലമ്പും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ ഒക്കെ വേണ്ടി വീഴുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ 2 സൈഡിലേക്കും കാല് നിരക്കി ഓടാം. എന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഓടി കാലിങ്ങനെ വെച്ചു, എന്നിട്ട് ഓടിവ കണി കാണാൻ എന്ന് ചെയ്യും. ഓക്കെ, അടുത്തത് ചെറിയൊരു ട്യൂൺ വരുന്നുണ്ട്. അപ്പൊ അതിന് 1 2 3 വെക്കുക. എന്നിട്ട് 1 2 3 4 ഒന്നുകൂടെ ചെയ്യാം. 1 2 3 1 2 3 1 2 3 4. ഓക്കെ, ഇത് ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ വെച്ച് നടക്കുമ്പോഴാണ്. അപ്പൊ അതെങ്ങനെ കാണിക്കാം? ശിശുക്കളായുള്ള സഖിമാരും കൂട്ടുകാരെ സഖിമാരും താനും പശുക്കളെ മേടിച്ചു നടക്കുമ്പോൾ. അപ്പൊ അതെങ്ങനെ കാണിക്കാം? പശു എന്നുള്ള മുദ്ര കാണിക്കുക. അപ്പൊ എന്നിട്ട് 1 ഓക്കെ. അപ്പൊ പശുക്കളെ മേച്ച് നടക്കുമ്പോൾ പശുക്കളെ മേയ്ക്കണ എങ്ങനെയാ?
പശുക്കളെ മേച്ചു നടക്കുമ്പോൾ. ഓക്കെ, ഇത് എത്രയാണ്? അപ്പൊ ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. 1 2 1 2 1 2 3 കണ്ടിരിക്കും നടക്കാം. അപ്പൊ ഒന്നും കൂടെ ചെയ്യാം. ശിശുക്കളായുള്ള സഖിമാരും ഞാനും പശുക്കളെ മേച്ച് നടക്കുമ്പോ. ഓക്കെ, വിശക്കുമ്പോൾ വെണ്ണ കവർന്നൊന്നും കൃഷ്ണൻ അടുത്തുവാങ്ങി കളി കാണാനുള്ള ലൈനാണ് ഇനി വരുന്നത്. അപ്പൊ വിശക്കുമ്പോൾ വെണ്ണ കവർന്നൊന്നും കൃഷ്ണൻ അടുത്തുവാങ്ങി കളി കാണാൻ. ഓക്കെ ഓക്കെ, വിശക്കുമ്പോൾ വെണ്ണ കവർന്നൊന്നും കൃഷ്ണൻ അടുത്തുവാങ്ങി കണി കാണാൻ. അടുത്തുവാങ്ങി കണി കാണാൻ. ഓക്കെ, ഇത് വെക്കേണ്ട. കണി കാണാൻ ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ കാണാല്ലേ. അടുത്തത് വീണ്ടും സെയിം ലൈൻ തന്നെയാണ്. ശിശുക്കളായുള്ള സഖിമാന്മാർ. അപ്പൊ ശിശുക്കൾ എന്ന് പറയുമ്പോ വേറെ ഒരു ഇത് കാണിക്കാം, വേറെ മുദ്രയിൽ കാണിക്കാം. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ച് നടക്കുമ്പോൾ ഇങ്ങനെ കാണിക്കാം. ഓക്കെ, അപ്പൊ അതല്ല മറ്റേത് തന്നെ ചെയ്താൽ മതിയെങ്കിൽ അത് സെയിം തന്നെ ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്നത് വിശക്കുമ്പോൾ. വിശക്കുമ്പോൾ വെണ്ണ കവർന്നൊന്നും കൃഷ്ണൻ അടുത്തുവാങ്ങി കണി കാണാൻ. ഓക്കെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. നെക്സ്റ്റ് വരുന്നത് കണി കാണുന്ന നേരം കമലാനേത്രന്റെ തൊട്ടുള്ള ലൈനാണ് വരിക. അപ്പൊ അതിന് നമുക്ക് നോക്കാം. നേത്രന്റെ അതാണ്. അപ്പൊ കണി കാണുന്ന നേരം കാണിക്കാം. കമല, ഇത് റൈറ്റിലേക്ക് എങ്ങനെയാണോ പോയത് അതേപോലെ തന്നെയാണ് ലെഫ്റ്റിലേക്കും. കമലനേത്രന്റെ എങ്ങനെയാണ്? കമലനേത്രന്റെ കമലനേത്രന്റെ നിറമേഴും മഞ്ഞ തുകിച്ചാത്തി. ഓക്കെ, കനക കനക കിങ്ങിണി വളകൾ മോതിരം. ഓക്കെ, അപ്പൊ കനക കിങ്ങിണി എങ്ങനെയാണ്? കനക കിങ്ങിണി അങ്ങനെ എടുത്താലും മതി. അല്ലെങ്കിൽ കനക കിങ്ങിണി ഇങ്ങനെ ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കനക കിങ്ങിണി അത് ചെയ്താൽ മതി. നെക്സ്റ്റ് വളകൾ മോതിരം. വളകൾ അവിടെ തന്നെ കാണിക്കാം. മോതിരം അവിടെ നിന്നിട്ട് ഒന്നിങ്ങനെ കാണിക്കാം. മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. ഓക്കെ, വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇതിലും പുതുമയുള്ള കുറച്ചധികം വീഡിയോസ് ആയിട്ടാണ്, കുറച്ച് അധികം സ്റ്റെപ്സും ആയിട്ടാണ് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ വരുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി പാട്ടുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും കാണാം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും പഠിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.